എന്താണ് സോഫ്റ്റ് ടോയ്, എന്താണ് മെമ്മറി ടോയ്? ഈ കുറേ വീഡിയോസിൻ്റെ താഴത്ത് എനിക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് ഇത്. എന്താണെന്നല്ലേ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എന്താണ് തപ്പിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങളീ നോക്കുന്നത്? നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ കുറേ ആളുകൾ സോഫ്റ്റ് ടോയ് ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള കിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേര് മെമ്മറി ടോയ്സിനും ഓൺലൈൻ സെഷനിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സോഫ്റ്റ് ടോയ്സിനൊക്കെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എന്നല്ല, നമ്മുടെ ലൈവ് സെഷൻസിന് മുന്നേ ഞാൻ കുറച്ച് രണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ് മെമ്മറി ബെയർ അല്ലെങ്കിൽ മെമ്മറി ടോയ്, എന്താണ് സോഫ്റ്റ് ടോയ് എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് കുറേ അധികം മെസ്സേജസ് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, അപ്പോൾ ഏതിനാണ് ഫീസ് ഉള്ളത്, ഏതാണ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് എന്നൊക്കെ. ഇതേപോലെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഫെൽറ്റ്, ഫർ ഫാബ്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പാവകളാണ് സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോഴ്സ് മെമ്മറി ബെയറിൻ്റെ അഥവാ മെമ്മറി ടോയുടേതാണ്. ഈ ഒരു ടോയ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്തുള്ള തുണികളിൽ നിന്നാണ്. നമ്മൾ ടൈലേഴ്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ സ്ക്രാപ്പും കാര്യങ്ങളും ഉണ്ടാവും. അല്ല, നമ്മളൊരു നോർമൽ വീട്ടമ്മയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് കുറേ തുണികൾ ഉണ്ടാവും. ഇടാതെ വെച്ചേക്കുന്ന ഡ്രസ്സുകളാവാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുതായി പോയിട്ടുള്ള ഡ്രസ്സുകളാവാം. അതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് മെമ്മറി ടോയ്സ് എന്ന് പറയുന്നത്. ഇനിയെന്ന് പറയുന്നത് ഈ ഒരു മെമ്മറി ടോയ്സ് അതല്ലെങ്കിൽ നമ്മുടെ കൈ കിടക്കുന്ന തുണി വെച്ചിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെയിലാകുമോ എന്ന് ലൈവ് സെഷനിലും വന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ഒരു തയ്ച്ച് കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു സെഷൻ ഇൻക്ലൂഡ് ആക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. കുറേ അധികം പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് മെമ്മറി ടോയ്സ് പഠിക്കുന്ന കോഴ്സ് ഒന്ന് യൂട്യൂബിൽ ചെയ്യാമോ എന്ന് ചോദിച്ച്. ഞാൻ ഓൺലൈന് അതായത് ലൈവ് ചെയ്യുന്നത് അപ്പോൾ വരുന്ന ഡൗട്ട് നമുക്കപ്പോൾ ആ ഒരു സെഷനിൽ തന്നെ ക്ലിയർ ആക്കി പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത്. ലൈവ് സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തുള്ള രാജ്യങ്ങളിൽ ഈ ഒരു സോഫ്റ്റ് ടോയ്സിൻ്റെ മെറ്റീരിയൽസ് ഫെൽറ്റ്, അതായത് ഈ ഒരു ഫർ മെറ്റീരിയൽ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേപോലുള്ള മെറ്റീരിയൽസ് പുറം രാജ്യങ്ങളിൽ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ നമ്മുടെ റീയൂസ്, എസ്പെഷ്യലി പുറത്തുള്ള രാജ്യങ്ങളിൽ റീയൂസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെമ്മറി ടോയ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യ ഇൻട്രൊഡക്ഷൻ വീഡിയോസിൽ നിങ്ങൾക്കിത് എവിടെയൊക്കെ സെയിൽ ചെയ്യാം, എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ട് എന്നിട്ടാണ് നമ്മൾ ഓൺലൈൻ സെഷനിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എനിക്ക് കുറേ അധികം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കയ്യിലുള്ള തുണികളൊക്കെ വെച്ചിട്ട് ഇതേപോലെ പ്രൊഡക്ട്സ് ഉണ്ടാക്കി തുടങ്ങി. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് തയ്യൽ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഈ ഒരു 2025 കസ്റ്റമൈസേഷനും ഈ ഒരു ഇമോഷണൽ വാല്യൂസിനും സർപ്രൈസസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മിലേനിയൻസിൻ്റെയും ജെൻസിൻ്റെയും ഇടയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഡിമാൻഡുള്ള ഒന്നാണ്. നമ്മുടെ അടുത്തുള്ള പഴയ തുണികൾ വെച്ച് മാത്രമല്ല, കസ്റ്റമേഴ്സ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെ വസ്ത്രങ്ങൾ വെച്ചിട്ടും നമുക്ക് ഈ ഒരു മെമ്മറി ടോയ് ബിസിനസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ സ്പെൻഡ് ആവുന്നുള്ളൂ. ബാക്കി റോ മെറ്റീരിയൽസ് എല്ലാം അവരുടെ തന്നെയാണ്. കാരണം അവരയച്ചു തരുന്ന മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഫുൾ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അവരയച്ചു തരുന്ന
മെറ്റീരിയൽസിൻ്റെ ബാക്കി കുഞ്ഞു കുഞ്ഞു പീസസ് വെച്ചാണ് നമ്മൾ അത് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു റീസൈക്ലിംഗ് പ്രോസസ്സും കൂടെയാണ് ചെയ്യുന്നത്. ഈ ഒരു 2025 എല്ലാ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഈ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് എത്തിക്കാൻ കൂടി പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതേവരെ യൂസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് ഏറ്റവും വലിയ ഒരു സോളിഡ് വേസ്റ്റാണ്. കാരണം നമ്മൾ ഒന്നുകിൽ അത് കത്തിക്കും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കളയും. അത് ഭൂമിയിൽ ദ്രവിക്കാതെ അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ നമ്മൾ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ക്രിയേറ്റീവായിട്ട് യുണീക്കായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ടോയ്സ് ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തൊട്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലാസ്റ്റിക്കുമായിട്ട് കളിച്ച് വളരുന്നത് ഒഴിവാക്കി നമുക്ക് ഈ ഒരു പ്രോസസ്സ് വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ വളരെ കുറച്ച് പേര് ഈ ഒരു റീസൈക്ലിംഗ് ടോയ്സ് സെയിലാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഇതേപോലെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു വരുമാന മാർഗം കൂടിയാവുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പ്ലാസ്റ്റിക്കിൽ നിന്ന് അകറ്റി നിർത്തി അവരെ സേഫായിട്ട് വളർത്താൻ വേണ്ടിയിട്ടും കൂടിയിട്ട് നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് ഈ ഒരു ഐഡിയ സ്പ്രെഡ് ആക്കണം, ഇത് കുറേ അധികം പേരിലെത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. അപ്പോൾ ഇപ്പോഴാണ് കുറേ അധികം പേരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരിതേപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കാണുന്നവരും കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മുടെ ഓൺലൈൻ സെഷൻസിൽ ജോയിൻ ചെയ്യുക. സിമ്പിളാണ്. നമ്മൾ ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് ഇതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാ മെത്തേഡും, അതിൻ്റെ പാറ്റേൺ കട്ടിങ് തൊട്ട് സ്റ്റിച്ചിങ് തൊട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് വരെ നമ്മൾ ഓൺലൈൻ സെഷന് ചെയ്യുന്നതാണ്. ടെഡി ബെയർ, എലഫൻറ്റ്, ഡോഗ് തുടങ്ങി എല്ലാ ടൈപ്പ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സസിൻ്റെ എല്ലാ ടൈപ്പ് ടോയ്സസിൻ്റെയും നമ്മൾ ഈ ഒരു റീസൈക്ലിംഗ് മെത്തേഡിലുള്ള മെമ്മറി ടോയ്സിൻ്റെ ഓൺലൈൻ സെഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അധികം പേര് എൻ്റെ ഫേസ് റിവീലാക്കുമോ, ഞാൻ എവിടെ നിന്നാണ്, എന്തിനാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കുറേ അധികം ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള നമ്മളൊരു Q&A ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു Q&A സെഷൻ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കുന്നത്. ഞാൻ നമ്മുടെ സോഫ്റ്റ് ടോയ്സിൻ്റെയും മെമ്മറി ടോയ്സ് മേക്കിങ്ങിൻ്റെയും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫീസ് സ്ട്രക്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ടോയ്സിന് മാത്രമാണ് നമ്മൾ ഫീസ് ഉള്ളത്. സോഫ്റ്റ് ടോയ് മേക്കിങ്ങിന്, മെമ്മറി ടോയ് മേക്കിങ്ങിന് നമ്മൾ ഫീസൊന്നുമില്ല. നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക് ഓൺലൈൻ സെഷനായിട്ട് ലൈവായിട്ട് യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ജസ്റ്റ് ഒരു സെഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ ചാനലിൽ അവൈലബിളും കൂടെയാണ്. അപ്പോൾ ഇനിയുള്ള സെഷൻസിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാനൊരു വീട്ടമ്മയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതരുത്. ദ പവർ ടു ബി എലോൺ. ഒറ്റയ്ക്കിരിക്കുന്നതാണ് എൻ്റെ ശക്തി എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് കുതിക്കണം. കുറേ അധികം വരുന്ന കമൻറ്റാണ് ഞാൻ വീട്ടമ്മയാണ്, എനിക്ക് ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ തനിച്ചിരിക്കുന്ന സമയങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ആക്കേണ്ടത്. ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.